139 MLA-മാരെയും സാക്ഷി നിർത്തി ഇന്ന് സഭയിൽ മാത്യു കുഴൽനാടൻ നടത്തിയത് അക്ഷരാർത്ഥത്തിൽ താണ്ഡവമായിരുന്നു. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ആരോഗ്യ മേഖലയിലെ ഓരോ പിഴവുകളും തെളിവ് സഹിതം നിരത്തിയാണ് കുഴൽനാടൻ സഭയിൽ സംസാരിച്ചത്. അതുകൊണ്ടും തീർന്നില്ല. ഏതൊക്കെ രോഗത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനം കൈപ്പറ്റിയിട്ടുണ്ടെന്നും കണക്കുകൾ നിരത്തി കുഴൽനാടൻ പറഞ്ഞപ്പോൾ സ്പീക്കർ പോലും അന്തം വിട്ട കാഴ്ചയും കണ്ടു. സഭയിൽ വീണ വിജയനോട് നിങ്ങൾ അഹങ്കാരം നിർത്തുവെന്ന് അലറിക്കൊണ്ടാണ് കുഴൽനാടൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. സത്യത്തിൽ നിയമസഭയുടെ ചുവരുകൾക്കുള്ളിൽ ഇന്ന് മുഴങ്ങിയത് വെറുമൊരു പ്രസംഗമായിരുന്നില്ല. അത് വസ്തുതകളുടെയും കണക്കുകളുടെയും അക്ഷരതാണ്ഡവം തന്നെയായിരുന്നു. ആരോഗ്യ കേരളത്തിന്റെ പെരുമ പറയുന്നവർക്കിടയിൽ ആ മേഖലയിലെ ഓരോ വീഴ്ചകളും തെളിവ് സഹിതം നിർത്തുമ്പോൾ മാത്യു കുഴൽനാടൻ എന്ന പോരാളിയെ തടയാൻ ആർക്കും സാധിച്ചില്ല. വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമടലല്ല, മറിച്ച് അറിവും ആർജവും ചേർന്നുള്ള ഒരു യുദ്ധക്കളമായിരുന്നു ഇന്ന് സഭ കണ്ടത്. മാത്യു കുഴൽനാടൻ വീണ്ടും തെളിയിക്കുകയാണ് സത്യം പറയാൻ ഭയമില്ലാത്തവർക്ക് സഭയിൽ തലയുയർത്തി എന്നെന്നും നിൽക്കാമെന്ന്. നമുക്ക് സഭയിലെ അപ്രസക്ത ഭാഗങ്ങൾ കൂടി കാണാം. ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ഈ സഭയിൽ വന്ന സമയം മുതൽ നിരന്തരം ടോൾ ക്ലെയിംസ് ആണ്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഈ സഭയിൽ തന്നെ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു, കേരളമാണ് നമ്പർ 1, കേരളം ലോകത്തെ അമേരിക്കയിലും കടത്തി വെട്ടി നിൽക്കുക എന്നാണ് പറയുന്നത്. അതിനവർ എപ്പോഴും ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് തൊട്ടു മുമ്പ് പ്രസംഗിച്ച മുരളി അദ്ദേഹം പറഞ്ഞില്ലേ, ഇവ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് വളരെ കുറവാണ്, ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് തരുന്നുണ്ട്. 1913 ബ്രിട്ടീഷുകാർ എഴുതിയ ഡോക്യുമെന്റ്. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് തിരുവിതാംകൂർ രാജ്യത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 1913 മുതലുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇന്ന് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, നിങ്ങൾ വളരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ അസംബ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാതൃമരണ നിരക്ക് കുറഞ്ഞു വരികയാണെന്ന്. ഞാൻ ഇന്ന് ഈ ഗവൺമെന്റ് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്ത നമ്മുടെ ഇതുണ്ട്, എക്കണോമിക് റിവ്യൂ ഉണ്ട്. ആ എക്കണോമിക് റിവ്യൂവിന്റെ അധ്യായം 1 15ാമത്തെ പേജിൽ ഞാനൊരു 2 വരി വായിക്കാം. ഗർഭധാരണം മൂലമോ അലസൽ മൂലമോ 1,00,000 ജീവനുള്ള ജനങ്ങളിൽ എത്ര മാതൃമരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മാതൃമരണ നിരക്ക്. സ്ത്രീകൾക്കിടയിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത പ്രതിനിധീകരിക്കാൻ MMR ഉപയോഗിക്കുന്നു. കേരളത്തിലെ MMR 2010 30 ആയിരുന്നത് 2021 19 2022 22 2023 25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് യുവർ ഡോക്യുമെന്റ്, ഇറ്റ്സ് യുവർ സ്റ്റാറ്റിക്സ്. ഇത് ഇന്ന് ടേബിൾ ചെയ്ത് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്താണ്. മാതൃമരണ നിരക്ക് കഴിഞ്ഞ ഓരോ വർഷവും കൂടി വന്നു. നിങ്ങൾ ഇത് ഫാക്ട് അല്ലാന്ന്. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ഈ സംസ്ഥാനം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലയ്ക്കുള്ള ക്ലെയിംസ് ദയവ് ചെയ്ത് ആദ്യം നിർത്തുക. ആദ്യം വളരെ ജനങ്ങളെ സേവിക്കാൻ പാകത്തിന് എന്താണ് സംഭവം, എന്തെങ്കിലും തെറ്റുകുറ്റോ എന്തെങ്കിലും വീഴ്ചയോ പാലിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാവുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ എന്താണ് സാർ? ഏറ്റവും ക്രിട്ടിക്കൽ കെയർ ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തില് മെഡിക്കൽ കോളേജുകളിലല്ലാതെ ഒരു ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ എവിടെയും 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. നിങ്ങൾക്ക് വേണേൽ എനിക്ക് ഉണ്ടെന്ന് പറയാം, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വേണം. ഇനി നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ 6000-ലധികം ഡോക്ടർമാർ ആരോഗ്യ വകുപ്പിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6013 എത്രയെങ്കിലും ആട്ടെ, 6000 ചില്ലാനും ഡോക്ടർമാരുണ്ട്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാര് ടു മൈ നോളജ് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നത് 20 പേരാണ്. 20 പേര്. ഇപ്പൊ വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് 30 പേരെ കൂടി ആഡ് ചെയ്ത് ആകെ 50 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ആണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലുള്ളത്. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇനിയിപ്പോ മന്ത്രിയല്ലോ ചികിത്സിക്കുന്നത്, മന്ത്രി കുറ്റം പറയാൻ പറ്റില്ല. മന്ത്രി ഡോക്ടർമാരാണ് ചികിത്സ നടത്തുന്നത്, ഡോക്ടർമാരുടെ പിഴവാണ്, ഈ കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പൊ മുരളി സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ UDFന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. സാർ, അധികം ദൂരമൊന്നുമില്ല. ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ദേവി എന്ന സ്ത്രീ പ്രസവത്തിന് പോയി. അവർ സുഖപ്രസവമായിരുന്നു. അതിനുശേഷം അവർക്ക് തീവ്രമായ വേദനയും ദുർഗന്ധമൊക്കെ അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെള്ളം കുടിക്കാൻ പറഞ്ഞ് തിരിച്ചു വിട്ടു. 75 ദിവസം കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന തുണി അവരുടെ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോ UDFന്റെ കാലത്ത് ഇതായിരുന്നു പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡിസംബർ 26 സംഭവമാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കുക.
നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ട് ഇനിയിപ്പോ ചികിത്സയും പിഴവും ഒക്കെ ഡോക്ടർമാരാണ്. ഞാൻ ഒരു കാര്യം എല്ലാ MLA-മാർക്കും വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ മിനിസ്റ്ററുടെ എഫിഷ്യൻസി ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണല്ലോ പറയുന്നത്. സാർ 2021-22 MLA ഫണ്ടിൽ നിന്നും 4 കോടി വീതം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ? അന്ന് നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള ടോൾ ക്ലെയിം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലിൻഡോ ചോദ്യം ചോദിച്ചു പറഞ്ഞു, ചോദ്യം ഇതാണ്, സാമ്പത്തിക വർഷം നിയോജകമണ്ഡലത്തിൽ ആസ്തി 4 കോടി രൂപ പിടിച്ച് ആരോഗ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശദമാക്കാവും. സർക്കാർ ഉത്തരവാദിത്തം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിൽ ആരോഗ്യ കിഫ്ബി MLA സംയുക്തമായി നിയോഗിച്ചുകൊണ്ട് 10 കിടക്കകൾ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഇതിന് മറുപടി പറയുമ്പോൾ അങ്ങ് ദയവ് ചെയ്ത് പറയണം, എത്ര ഐസൊലേഷൻ വാർഡ് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്? 2020 പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. MLA ഫണ്ടിൽ 4 കോടി വീതം 140 MLA-മാരുടെ പൈസ കൈ കിട്ടിയതല്ലേ? How many isolation wards are working in the state now? അതാണ് മിനിസ്റ്ററുടെ എഫിഷ്യൻസി പറയേണ്ടത്. ഞാൻ അധികം സമയമില്ലാതെ നീട്ടി പോകുന്നില്ല സാർ. നമ്മള് ആരോഗ്യ രംഗത്ത് ചികിത്സ മാത്രമല്ലല്ലോ, രോഗം വരാതെ പ്രതിരോധം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലെയിം പറയാം, ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ, പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുൻപന്തിയിലാണ്, ഏറ്റവും മുകളിലാണ്. സാർ വളരെ അലാമിംഗ് ആണ് സാർ. ഈ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ എല്ലാ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണല്ലോ. UDF-ന്റെ കാലത്ത് അങ്ങനെയായിരുന്നു, UDF-ന്റെ ഇങ്ങനെയായിരുന്നു. 2015 കണക്ക് എൻ്റെ കയ്യിലുണ്ട്. 2015 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 29 ആയിരുന്നെങ്കിൽ 2026 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 56 നമ്മൾ എണ്ണം മെച്ചപ്പെടുകയാണല്ലോ എന്ന് പറയാലോ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസിൽ മരിച്ചവരുടെ എണ്ണം അന്ന് 43 ആയിരുന്നു സാർ 2015. 2026 ആയപ്പോൾ മികച്ച നമ്പർ 1ലേക്ക് പോയതുകൊണ്ട് 223 പേര് മരിച്ചിട്ടുണ്ട്. ദിസ് ഓൾ ഒഫീഷ്യൽ ഡേറ്റ, ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഹെപ്പറ്റൈറ്റിസ് എയില് ഇനി 2015 പിന്നെ മുരളിയേട്ടൻ പറഞ്ഞപ്പോൾ UDF-ന്റെ കാലത്ത് എത്രയാണെന്ന് അറിയാൻ താല്പര്യമുള്ളതാണ് ഈ പറഞ്ഞത്. ഹെപ്പറ്റൈറ്റിസ് എയില് 10 പേര് മരിച്ചപ്പോ ഹെപ്പറ്റൈറ്റിസ് എയില് 2026 ആയപ്പോ നമ്പർ 1 കേരളത്തില് 69 പേരാണ് സാർ മരിച്ചത്. ചികിത്സാ സംവിധാനങ്ങളും സാധ്യതകളും ഒക്കെ വർദ്ധിച്ചു വരികയാണല്ലോ. ഇനിയിപ്പോ ഇതുപോലെ ഓരോന്ന് ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം സാർ. ഇന്നിപ്പോ 2026 തുടങ്ങിയിട്ട് 26 ദിവസമായിട്ടുണ്ട്. ഈ 26 ദിവസത്തിനകത്ത് ഡെങ്കു ഫീവർ വന്ന് 4 പേര് ഇതിനോടകം മരിച്ചു. ലെപ്റ്റോസ്പൈറോസിൽ 2 പേര് മരിച്ചു. ഹെപ്പറ്റൈറ്റിസ് എയില് 4 പേര് മരിച്ചു. റാബിസ് അതായത് പേപ്പട്ടി വിഷബാധ വന്ന 2 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവർ 2 പേരും മരിച്ചു. ഇനി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തില് ഇതിനോടകം 26 ദിവസത്തിനകത്ത് കേരളത്തിൽ 6 പേര് മരിച്ചു. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സർ, നമുക്ക് ഇതെല്ലാം പറയാം. ഞങ്ങളിപ്പോ അടച്ച് കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല. ആരോഗ്യ മേഖല കേരളത്തിൽ ഏറ്റവും അഭിമാനമായിരുന്ന ഒരു മേഖലയാണ്. ഇപ്പോ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുഭവം എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ച് വളരെ വൈൽഡായിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇവിടം വരെ വരണം സാർ, സാർ അഴിമതിക്കെതിരെയൊക്കെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ്, സാറിന് ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ സാർ ഇവിടം വരെ ഒന്ന് വാ, കാർ കേൾക്കാം. വളരെ വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം 4 വർഷം മുമ്പ് ആ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിന്റെ കാർഡ് വെച്ച് ചികിത്സിച്ചാണ്. ഇപ്പൊ ആ കാർഡ് വെച്ച് ചികിത്സിക്കാൻ ചെന്നപ്പോ പൈസ അടക്കാൻ പറഞ്ഞു. ഇവര് അഴിമതി, പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സാർ, ഞാൻ ഈ കാർഡ് കൊണ്ട് ഇവിടെ ചികിത്സിച്ച എന്നെ ഇപ്പൊ ഈ സ്ത്രീ എന്നോട് പൈസ അടയ്ക്കാൻ പറയാണ്. സാർ ഈ അഴിമതി ചോദ്യം ചെയ്യണമെന്ന് അവർ പറയാണ്. കാര്യമില്ല സാർ, ഈ കാസ്പിൽ നിന്നും നിങ്ങൾ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് ആശുപത്രികൾ പിൻവാങ്ങി. ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ചികിത്സാ സൗകര്യം ഇല്ലാതായി. അതെല്ലാം നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസിയാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസി അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം. ഈ അട്ടഹാസവും ഇതൊന്ന് അവസാനിപ്പിക്കും. ഞാൻ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ആരോഗ്യ വകുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഹങ്കാരവും ആക്ഷേപവുമാണ്. എപ്പോ സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ആരെയും ആക്ഷേപിക്കാൻ ഒരു മടിയില്ല. ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങളും ആളുകൾ എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയാതെ വരും. പക്ഷെ അതൊരു മര്യാദ കൊണ്ട് ഞങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങൾ വേളം വെക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വിനയത്തോടുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഉൾക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നാക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ വിധി എഴുതട്ടെ. ശ്രീ കെ വിജയൻ.